വിശ്വാസശബ്ദം 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 മുഴങ്ങുന്നു. വിശ്വാസശബ്ദം 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 മുഴങ്ങുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കാർമേഘം പോ കഷ്ടങ്ങൾ വന്നാൽ കനിവോടെ എന്നെ കാത്തിടും കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാൽ കനിവോടെ എന്നെ കാത്തിടും യേശു വിളിക്കുന്നു. യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. പിതാപുത്ര പരിശുദ്ധാത്മ ത്രിയേക ദൈവത്തിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും നമ്മളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. വിശ്വാസ ശബ്ദം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങളോട് ഇന്ന് പ്രഭാഷണത്തിൽ ബൈബിൾ പ്രഭാഷണത്തിലേക്ക് വരുവാൻ കർത്താവ് തന്ന ഈ നല്ല അവസരത്തിന് കർത്താവിന് നന്ദിയും സ്തുതിയും കരേറ്റുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നാകുന്ന കൊരിന്ത്യർ ലേഖനം, അതിലേറ്റവും പ്രധാനപ്പെട്ട 1 കൊരിന്ത്യർ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 15-ാം അധ്യായം എന്ന് പറയുന്നത്. മരിച്ചവരുടെ പുനരുത്ഥാനം ഉണ്ട് എന്നും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമുണ്ട് എന്നും മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്നും വിശ്വസിക്കപ്പെടുന്ന കൺഫ്യൂസ്ഡായ ഒരു പറ്റം ജനവിഭാഗത്തെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ പോലെ തന്നെ മരിച്ചവരുടെ പുനരുത്ഥാനവും ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് പൗലോസ് പറയുന്ന വേദഭാഗങ്ങളിൽ നിന്നാണ് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിപ്പാൻ ആധാരമായിരിക്കുന്നത്. യഹൂദന്മാരുടെ പാരമ്പര്യമനുസരിച്ച് യഹൂദന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പായിരുന്ന സാദുസീസ് പൊതുവെ വിശ്വസിച്ചിരുന്നത് പുനരുത്ഥാനമില്ല, ദൂതന്മാരുമില്ല, ആത്മാവുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു സാദുസീസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗ്രീക്കുകാരും പൊതുവെ വിശ്വസിച്ചിരുന്നത് ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ സോൾ അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ ശരീരം എന്ന് പറയുന്നത് മോട്ടൽ എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. ഇത് നശിക്കുന്നതാണ്. അങ്ങനെ ശരീരമാകുന്ന ജയിലിൽ നിന്ന് ഇമ്മോർട്ടലായ അനശ്വരമായ ആത്മാവ് വിട പറയുന്നതിനാണ് മരണമെന്ന് പൊതുവെ അവർ ചിന്തിച്ചിരുന്നു. അങ്ങനെ അതുകൊണ്ട് അവർ വിശ്വസിച്ചിരുന്നത് ആത്മാവ് അനശ്വരമാകുന്നത് കൊണ്ട് നശ്വരമാകുന്ന ശരീരത്തിലേക്ക് വീണ്ടും അത് ചേരുന്നില്ല, അഥവാ പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുന്ന ജനവിഭാഗമായിരുന്നു ഗ്രീക്കുകാർ. സെനേക്ക, പ്ലേറ്റോ, സ്റ്റോയിക് പോണക്കുള്ള ഗ്രീക്ക് തത്വചിന്തകന്മാർ ഈ ചിന്തകളിൽ ആധാരമാക്കി ജീവിച്ചിരുന്ന പ്രിയപ്പെട്ടവരാണ്. അവരുടെ ഇൻഫ്ലുവൻസിലേക്ക് കടന്നു വന്ന ക്രിസ്തീയ
ജനവിഭാഗത്തെ നേർവഴി കാണിക്കുവാൻ വേണ്ടി പൗലോസ് എഴുതിയ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് പകലിൽ പ്രഭാഷണത്തിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത്. ആമേൻ. ആ ഭാഗങ്ങളിൽ ആമേൻ സ്തോത്രം, മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിക്കുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ്സും വേറെ. മരിച്ചവരുടെ പുനരുത്ഥാനവും അങ്ങനെ തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു എന്ന് പറയുന്ന ഭാഗങ്ങൾ നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു പുനരുത്ഥാന ശരീരത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന കൊരിന്ത്യ ദൈവസഭയിലെ പ്രിയപ്പെട്ടവരെ ആമൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഈ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പൗലോസ് പറഞ്ഞ ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ ആധാരം എന്ന് പറയുന്നത്. ആദ്യം പൗലോസ് പറഞ്ഞത് ഇത് ഇമ്പോർട്ടൻസ് ഓഫ് ദ ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് പൗലോസ് അവിടെ പറയുകയാണ്. ആമൻ. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ദൃശ്യ ശ്രവണ മാധ്യമങ്ങൾ, നവമാധ്യമങ്ങളിലൊക്കെ പൊതുവെ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒന്നാണ്, ഒരു പദമാണ് സുവിശേഷം എന്ന് പറയുന്നത്. പലരും പല മേഖലകളിൽ നിന്നും ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്ന ഒന്നാണ്, ഇത് മതം മാറ്റത്തിൻ്റെ ഭാഗമാണ്, പേര് മാറ്റത്തിൻ്റെ ഭാഗമാണ്, ഒരുവൻ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നത് എന്നൊക്കെ പലപ്പോഴും ആമൻ ക്രിട്ടിസൈസത്തിന് ഇത് വിധേയമായിട്ടുണ്ട്. യഥാർത്ഥമായും സുവിശേഷം എന്താണ്? വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ ഗോസ്പൽ? സുവിശേഷം എന്താണ് യഥാർത്ഥമായും? അത് മതം മാറ്റമാണോ, പേര് മാറ്റമാണോ, ഇതാണോ ഇത് അർത്ഥമാക്കുന്നത് എന്നുള്ള ഭാഗത്തിൻ്റെ ഒരു പ്രൈമറിയായ കൺസേൺ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ആമൻ. പുനരുത്ഥാന സുവിശേഷത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാതലായ ഭാഗം പൗലോസ് വിവരിക്കുമ്പോൾ ആദ്യം പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. 1-2 വാക്യങ്ങൾ. ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പൗലോസ് കൊരിന്ത്യ ദൈവസഭയോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഐ ആം നോട്ട് ദ ഓണർ ഓഫ് ദ ഗോസ്പൽ. ഞാനല്ല സുവിശേഷത്തിൻ്റെ യഥാർത്ഥമായ ഓണർ എന്ന് പറയുന്നത്, അതിൻ്റെ യഥാർത്ഥമായ അവൻ സൃഷ്ടാവ് എന്ന് പറയുന്നത്. അതെ, സുവിശേഷത്തിൻ്റെ യഥാർത്ഥമായ ഓണർ ആരാണ് എന്ന് പൗലോസ് ഇവിടെ പറയുകയാണ്. നിങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് പൗലോസ് പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഏതെങ്കിലും ഒരു സഭയുടെയോ ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ആമൻ കുത്തക ഒന്നും തന്നെയല്ല. സുവിശേഷത്തിൻ്റെ യഥാർത്ഥമായ ഓണർ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത് നമ്മെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ലഭിച്ചത്. Now I would remind you, brothers and sisters, of the good news that I proclaimed to you, which you in turn received എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ആമേൻ. റിസീവ്ഡ് എന്നുള്ളതിനെ പൊതുവെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പാരാലെംബാനോ എന്നറിയപ്പെടുന്ന പദം തന്നെയാണ്. പക്ഷേ എവിടെ ഓണർ ആരാണെന്ന് വ്യക്തമായി നമുക്ക് കാണുന്നില്ല. എന്നാൽ ഇതേ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ പാരാലെംബാനോ എന്നറിയപ്പെടുന്ന പദം പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. തിരുമേശയുടെ പ്രാധാന്യത്തെപ്പറ്റി, ഹോളി കമ്മ്യൂണിയൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിവരിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, for I received from the Lord what I also handed on to you എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നു. പ്രാപിക്കുക, റിസീവ് എന്നുള്ളതിനെ പാരാലെംബാനോ എന്നറിയപ്പെടുന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവൻ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വസ്തുത, സുവിശേഷത്തിൻ്റെ യഥാർത്ഥമായ ഓണർ എന്ന് പറയുന്നത് അവൻ ക്രിസ്തു തന്നെയാണ്, ദൈവം തന്നെയാണ്. അവനിൽ നിന്നാണ് സുവിശേഷം നമുക്ക് ലഭിക്കുവാനിടയായി തീരുന്നത്. അതിൻ്റെ യഥാർത്ഥമായ അർത്ഥമെന്ന്
പറയുന്നത്, സുവിശേഷം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്. ഇറ്റ്സ് ആൻ ഒറിജിനൽ വൺ എന്നുള്ളതാണ്. പണ്ട് കഥകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് പോണക്ക്, അപ്പുപ്പൻ കഥകളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് പോലെ പണ്ടൊരിടത്തൊരിടത്തൊരാൾ ജീവിച്ചിരുന്നു, പണ്ടൊരിടത്തൊരിടത്തൊരു രാജാവ് ജീവിച്ചിരുന്നു, പണ്ടൊരിടത്തൊരിടത്തൊരു രാജ്ഞി ജീവിച്ചിരുന്നു. എന്നൊന്നും പറയുന്നത് പോലെയുള്ള ഏതെങ്കിലും ഒരു കെട്ടുകഥയോ മിഥ്യാസങ്കല്പവുമല്ല സുവിശേഷം എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് അതിൻ്റെ ഓണർ ക്രിസ്തു തന്നെയാണ്. ലോക ചരിത്രത്തെ തന്നെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് പാലസ്തീൻ്റെ പച്ചമണ്ണിൽ പിറന്നു വീണ, അവിടുത്തെ ജനങ്ങളെ സ്നേഹിച്ച, മാനവ കുലത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി കാൽവരിയിൽ മരിച്ച, അടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റ ക്രിസ്തു ദൈവം തന്നെയാണ് സുവിശേഷത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ട്. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ട്. ഒരു ചരിത്ര സംഭവങ്ങൾക്കും തച്ചു തകർക്കുവാൻ കഴിയാത്ത ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. ഇതറിയുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് ഒന്നാമത്തെ ഭാഗം തന്നെയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഈ സുവിശേഷം നമുക്ക് ലഭിച്ചു എന്നുള്ള വസ്തുത നമ്മെ ഭരിക്കുമാറാകട്ടെ. എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? റോമാലേഖനം 1:5 പറയുകയാണ്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ടുയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് പോണക്ക് ഇത് മതം മാറ്റമോ പേരുമാറ്റമോ മറ്റൊന്നുമല്ല അർത്ഥമാക്കുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുന്നത്. റോമാലേഖനം 1:1 പറയുകയാണ്, ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു കുറിച്ചുള്ളതാണ് സുവിശേഷം. വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുമ്പ് കൂട്ടി പറഞ്ഞ പുത്രനെ കുറിച്ചുള്ളതാണ് സുവിശേഷം. അത് ജനസമൂഹത്തിന് ലഭിച്ചത്, അത് നമുക്ക് ലഭിച്ചത് ദൈവത്തിൽ നിന്ന് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും പ്രൈമറിയായ ഫാക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ച സുവിശേഷം. ക്രിസ്തു സുവിശേഷത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകത എന്ത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ ഒന്നാമത്തെ വാക്യത്തിൽ കാണുകയാണ്, ഗുഡ് ന്യൂസ്, ഇറ്റ് വാസ് സംതിങ് ഇൻ വിച്ച് ദ കൊരിന്ത്യൻസ് സ്റ്റുഡ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ നിൽക്കുന്നതായ സുവിശേഷം എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇൻ വിച്ച് ഓൾസോ യു സ്റ്റാൻഡ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. സ്റ്റുഡ് എന്നൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കുക പ്രിയപ്പെട്ടവരെ, സ്തോത്രം, സ്റ്റെബിലിറ്റി നൽകുന്ന, നിൽക്കുവാൻ കൃപ നൽകുന്ന, നിർത്തുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. സ്റ്റെബിലിറ്റി, ഉറപ്പ്, സ്ഥിരത, ദൃഢത, സ്തോത്രം, സ്ഥായിത്വം നൽകുന്ന ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇൻ എ സ്ലിപ്പറി വേൾഡ് ഇറ്റ് കെപ്റ്റ് ഹിം ഇൻ ഹിസ് ഫീറ്റ് എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത്. ഇൻ എ ടെംപ്റ്റിംഗ് വേൾഡ് ഇറ്റ് ഗേവ് ഹിം ദ റെസിസ്റ്റൻസ് പവർ എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത്. ഇൻ എ ഹട്ടിംഗ് വേൾഡ് ഇറ്റ് എനേബിൾ യു ടു സ്റ്റാൻഡ് ഫേം എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഒരു വഴുവഴുപ്പുള്ള പ്രതലത്തിൽ നിങ്ങളുടെ കാലുകൾ ഉറയ്ക്കാതെ നിങ്ങൾ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ വഴുവഴുപ്പുള്ള പ്രതലത്തിൽ ദൃഢതയോടെ നിൽക്കുവാൻ നിങ്ങൾക്ക് കൃപ നൽകുന്ന ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. സ്തോത്രം, മദ്യവും മദിരാശിയും പ്രലോഭനങ്ങളും സ്തോത്രം ഒക്കെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. 3.5 കോടി ജനങ്ങളുള്ള കൊച്ചു സംസ്ഥാനത്ത് 100 കോടിയിലധികം വരുന്ന ആളുകൾ രൂപയാണ് മദ്യത്തിനു വേണ്ടി ചെലവായിക്കൊണ്ടിരിക്കുന്നത് ഓരോ വർഷവും. അങ്ങനെ മദ്യവും മതോന്മത്തതയും ഒക്കെ മത്തുപിടിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിൽ നിന്ന് റെസിസ്റ്റ് ചെയ്യുവാറ് നിർത്തുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് മത്സരങ്ങളുടെ ഒരു സമൂഹമാണ്. മത്സരം ആരെയും എങ്ങനെയും കുതുകാൽ വെച്ച് തകർക്കുന്ന
ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയും ഹട്ട് ചെയ്യുന്ന വേദനിപ്പിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേദനപ്പെട്ട് മുറിവേറ്റിരിക്കുന്ന മനസ്സുകൾക്ക് സ്വസ്ഥത നൽകുന്ന, ദൃഢത നൽകുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. സ്തോത്രം. യോബിന്റെ പുസ്തകം 4:4 നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിക്കുന്നു എന്ന് നമ്മൾ അവിടെ കാണുന്നു. യോബിന്റെ പുസ്തകം 4:3 നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്: നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിക്കുന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ജീവിതമാകുന്ന പ്രാരാബ്ധങ്ങൾ വഴുവഴുപ്പാകുന്ന മേഖലകളായി നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കാലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന, നിങ്ങളുടെ ജീവിതങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മദ്യത്തിനും മറ്റിതരമാകുന്ന പ്രലോഭനങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് എന്നുണ്ടെങ്കിൽ, ഈ സുവിശേഷം ഒന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവാകുന്ന സുവിശേഷം ഒന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, നിങ്ങളെ സ്റ്റേബിളോടെ നിർത്തുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. ആരൊക്കെയോ നിങ്ങളെ മുറിവേൽപ്പിച്ചു, അതിന്റെ വേദനകൾ കെടാതെ നീറിപ്പുകയുന്ന ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ, ഇന്ന് സ്തോത്രം, ഈ സന്ദേശം നിങ്ങൾ ശ്രവിക്കുമ്പോൾ അറിയുക, നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥത തന്ന് നിലനിർത്തുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഇന്നേക്കൊരു വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ദിനപത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ ഒരു വാർത്ത വരുവാനിടയായി തീർന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്നി മന്ദിരങ്ങളിൽ ഒന്നാകുന്ന, കേരളത്തിന്റെ അഭിമാനമായ പത്തനാപുരം ഗാന്ധി ഭവന്റെ ഓണറാകുന്ന ഡോക്ടർ പുനലൂർ സോമരാജനെ പറ്റിയുള്ള ഒരു ഫീച്ചറാണ് ഇന്നേക്കൊരു വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയുടെ സൺഡേ സപ്ലിമെന്റിൽ വരുവാനിടയായി തീർന്നത്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സോമരാജന്റെ സ്വപ്ന രാജ്യം എന്നുള്ളതായിരുന്നു. അതിനെപ്പറ്റി, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പറ്റി, ആദ്യകാല അദ്ദേഹത്തിന്റെ ജീവിതത്തെ പറ്റി, അദ്ദേഹത്തിന്റെ കഷ്ടതകളെ പറ്റി, തന്റെ വേദനകളെ പറ്റി, ഇന്ന് പത്തനാപുരം ഗാന്ധി ഭവൻ ആയിരിക്കുന്ന മേഖലകളുടെ വിശാലതകളെ പറ്റി ഡീറ്റെയിൽ ആയി പ്രതിപാദിക്കുന്ന ഒന്നാണ് ആ ഫീച്ചർ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു പ്രൗഢിയും ഗാംഭീര്യതയും ഒന്നും അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആ ഫീച്ചർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തൻ്റെ കുടുംബത്തിൻ്റെ സ്വത്തും കടമുറികളും ഭാര്യയുടെ വസ്തുവകകളും സ്വർണങ്ങളും എല്ലാം വിറ്റ് ഏകദേശം 100-110 ആളുകളെ തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി നിർത്തി എല്ലാവരും ഉപേക്ഷിച്ചു പോയ പ്രിയപ്പെട്ടവരെ ജീവിക്കുവാൻ വേണ്ടി കൈത്താങ്ങ് കൊടുത്ത് നിലനിർത്തിയ ഒരു പ്രസ്ഥാനമാണ് പത്തനാപുരം ഗാന്ധി ഭവൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കടക്കാര് പോലും ഇനി നാളെ വരരുതെന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ എല്ലാ വഴികളും വാതിലുകളും അടഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ കുടുംബം തീരുമാനിക്കുകയാണ്. കുടുംബം ഒന്നടങ്കം സൂയിസൈഡ് ചെയ്യുവാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു രാത്രി. മനസ്സോടെ താൻ അതിനു വേണ്ടി സമ്മതിക്കപ്പെടുമ്പോൾ തൻ്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒക്കെ ടൈമൊക്കെ ഫിക്സ് ചെയ്ത് മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു രാത്രിയിൽ രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ മരമേൻ തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഒന്നിൽ ഈ ഭൂമിയിൽ നിന്ന് അനേകരെ ജീവിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച അനേകർക്ക് ആരോരുമില്ലാത്തവർക്ക് മകനായി മകളായി കൂടെ നിന്നൊരു കുടുംബം, അനേകരെ അപ്പനായി അമ്മയായി കൊണ്ടു നടന്നൊരു കുടുംബത്തിന്റെ വ്യക്താക്കൾ മരിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ ഉറങ്ങിപ്പോയ മനുഷ്യൻ തന്നെ ആരോ തലോടുന്നത് കേട്ടുണർന്നു എന്ന് മാതൃഭൂമി ദിനപത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ അദ്ദേഹം എഴുതുവാനിടയായി തീർന്നു. അന്ന് രാത്രി താൻ കേട്ട ശബ്ദമാണ് ഇന്ന് 100 കണക്കിന് വരുന്ന, 1000 10,000 വരുന്ന ആളുകൾക്ക് അപ്പനായി അമ്മയായി സഹോദരനായി നിൽക്കുവാൻ ആ വ്യക്തിത്വത്തിനിടയായി തീർന്നതെന്ന് ഓപ്പണായി അദ്ദേഹം അവിടെ എഴുതുകയാണ്. അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: അന്ന് രാത്രി എന്നെ തട്ടി ഉണർത്തിയിട്ട് നീ മരിക്കേണ്ടുന്നവനല്ല, ഇനിയും 100 കണക്കിന് വ്യക്തിത്വങ്ങൾക്ക് ജീവൻ നൽകി മുന്നേറുവേണ്ടുന്നവനാണ്. പരാജയത്തിൽ നിന്നും ഒരു കുതിപ്പിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന
കാണിക്കുവാൻ നിനക്ക് കഴിയുമെന്നുള്ള വസ്തുത ഓർമ്മപ്പെടുത്തിയത് മറ്റാരുമായിരുന്നില്ല, കരുണ നിറഞ്ഞ കണ്ണുള്ള ആമൻ യേശു കർത്താവായിരുന്നു എന്ന് അവൻ യാതൊരു മടിയും കൂടാതെ ഓപ്പണായി പറയുവാൻ അവൻ അദ്ദേഹത്തിനിടയായി തീർന്നു. അതേ പ്രിയപ്പെട്ടവരെ, അതേപോലെ നൂറുകണക്കിന് വരുന്ന വ്യക്തിത്വങ്ങളെ മരണത്തിന്റെ പടുക്കുഴികളിൽ നിന്നും നിരാശയുടെ പടുക്കുഴികളിൽ നിന്നും കായമൻ കൈത്താങ്ങൽ കൊടുത്ത് അവൻ ഉദ്ബോധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒന്നാണ് ക്രിസ്തുവാകുന്ന സുവിശേഷം എന്ന് പറയുന്നത്. ഇന്നും അവൻ നിങ്ങൾ എൻ്റെ സന്ദേശം ശ്രവിക്കുമ്പോൾ നിരാശയുടെ പടിക്കുഴികളിൽ അവൻ സ്തോത്രം നിങ്ങൾക്ക് ഒന്ന് കാലുവയ്ക്കുവാൻ പോലും കഴിയാതെ വഴുവഴുപ്പിന്റെ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ, മദ്യവും മദിരാശികളും നിങ്ങളുടെ തലമുറകളെയും കുടുംബങ്ങളെയും അവൻ പിടിച്ചുലയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ, നിരാശകളും വേദനകളും ഒക്കെ നിങ്ങളുടെ കുടുംബജീവിതങ്ങളെ പിടിച്ചുലയ്ക്കുന്നു എന്നുണ്ടെങ്കിൽ, ഈ സുവിശേഷത്തിന് വേണ്ടി ഒന്ന് ശ്രവി കൊടുക്കുവാൻ, ഒന്ന് ശ്രദ്ധ കൊടുക്കുവാൻ, ഈ സുവിശേഷത്തെ ഒന്ന് സ്വീകരിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുന്നു എന്നുണ്ടെങ്കിൽ ഏറ്റവും ധന്യമായ നിമിഷമായിരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇരുണ്ടടഞ്ഞ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്നവരൊന്നും അറിയേണ്ടുന്ന വസ്തുത കൂടെയാണ് പ്രിയപ്പെട്ടവരെ. സുവിശേഷ മിഷണറിമാർ ഇന്ത്യയിൽ കടന്നു വന്നത് മതം മാറ്റത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുവാനിടയായി തീരുകയാണ്. അന്ധകാരം നിറഞ്ഞ ജാതി വ്യവസ്ഥതകൾ കൊണ്ട് നിറഞ്ഞ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു പഴയ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതേ വിദേശത്തു നിന്ന് വന്ന മിഷണറിമാർ ഇന്ത്യയിലേക്ക് വന്നു. ഇന്നേക്ക് 150-200 വർഷങ്ങൾക്ക് മുമ്പ് അവർ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യക്ക് വേണ്ടി കൊടുത്തത് എന്തൊക്കെയാണ്? 85ഓളം വരുന്ന തദ്ദേശീയമാകുന്ന ഭാഷകളിൽ ഡിക്ഷണറികൾ പ്രദാനം ചെയ്തത് മിഷണറിമാരാണ്. 116ഓളം വരുന്ന വ്യാകരണ ഗ്രന്ഥങ്ങൾ ഇന്ത്യൻ മഹാരാജ്യത്തിന് സംഭാവന ചെയ്തത് ഇവിടുത്തെ മിഷണറിമാരാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ നമ്മൾ വില കൊടുത്തു വാങ്ങിച്ചു വായിക്കുമ്പോൾ 45ഓളം വരുന്ന ന്യൂസ് പേപ്പറുകൾ ഇന്ത്യ മഹാരാജ്യത്തിന് സംഭാവന ചെയ്തത് മിഷണറിമാരാണെന്നുള്ള വസ്തുത നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. ഇന്ത്യയുടെ ഭാവിക്കുതകുന്ന രീതിയിൽ ഒട്ടുമിക്ക ലിപികളും വിഭാവനം ചെയ്തത് മിഷണറിമാരാണ്. പാശ്ചാത്യ സാഹിത്യത്തെ ഇന്ത്യക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത്, ഗദ്യ സാഹിത്യത്തെ ഇന്ത്യക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത്, സ്തോത്രം, യാത്രാ വിവരണങ്ങളെ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി പരിചയപ്പെടുത്തിയത്, ജീവചരിത്രങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിനു വേണ്ടി പരിചയപ്പെടുത്തിയത്, ഭാഷാശാസ്ത്രം ഇന്ത്യക്ക് വേണ്ടി പരിചയപ്പെടുത്തിയത്, സാമൂഹ്യ അസമത്വങ്ങളായിരുന്ന സതിയും ശൈശവിവാഹവും ജാതി വ്യവസ്ഥകളും ഇന്ത്യയുടെ മണ്ണിൽ നിന്നേക്കുമായി തൂത്തെറിയപ്പെടുവാൻ അഹോരാത്രം പ്രയത്നിച്ചത് മിഷണറിമാരാണ് എന്നറിയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളെ നിർത്തുവാൻ പഠിപ്പിച്ച ഒന്നത്രേ സുവിശേഷമെന്ന് ഇന്ന് പകലിലും നമുക്ക് പറയുമ്പോൾ അഭിമാനം തോന്നുവാൻ ഇടയാകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ. സുവിശേഷത്തിന്റെ അടുത്ത പ്രാധാന്യവും കൂടെ നമുക്ക് ശ്രവിക്കുവാൻ ഇടയാകുമാറാകട്ടെ. ഗോസ്പൽ ഇറ്റ് വാസ് സംതിങ് ഇൻ വിച്ച് ദേ വെർ ബീയിങ് സേവ്ഡ് എന്നുള്ളതാണ് സുവിശേഷത്തിന്റെ മൂന്നാമത്തെ പ്രാധാന്യം എന്ന് പറയുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം, ത്രൂ വിച്ച് ഓൾസോ യു ആർ ബീയിങ് സേവ്ഡ് എന്ന് നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയുകയാണ്. സ്തോത്രം. പ്രഗത്ഭമായ ദൈവസഭ, അതാണ് കൊരിന്ത്യ ദൈവസഭ എന്ന് പറയുന്നത്. പക്ഷെ സുവിശേഷത്തെ പറ്റി പൗലോസ് പറയുമ്പോൾ ആത്യന്തികമായി പൗലോസ് പറയുന്നത് 15-ാം അധ്യായം 3-4 വാക്യങ്ങളിലാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷമായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തരുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ആദ്യമായി, പ്രൈമറിയായി പൗലോസിന് പറയാൻ ഉള്ള സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം
പ്രകാരം മരിച്ച് തിരുവെഴുത്തിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് അവൻ ഏറ്റവും ആത്യന്തികമായി പറയാനുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിന്റെ നിദാനം എന്ന് പറയുന്നത് ദൈവമാണ്. സുവിശേഷം നിങ്ങളെ സ്റ്റംബ്ലിംഗ് ബ്ലോക്കുകളിൽ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നതാണ്. സുവിശേഷം എന്ന് പറയുന്നത് സ്ലിപ്പറി വേളുകളിൽ നിങ്ങളുടെ കാലുകൾക്ക് സ്ഥിരത തന്ന് നിങ്ങളെ നിലനിർത്തുന്നതാണ്. സുവിശേഷം എന്ന് പറയുന്നത് സൗഖ്യം തന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നതാണ്. സാമ്പത്തിക നന്മകൾ നൽകുന്നതൊക്കെയാണ്. പക്ഷേ ആത്യന്തികമായി പൗലോസ് പറയുകയാണ്, എനിക്ക് പറയാനുള്ള സുവിശേഷത്തിന്റെ പ്രാധാന്യം തിരുവെഴുത്തിൻ പ്രകാരം മരിച്ച് തിരുവെഴുത്തിൻ പ്രകാരം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന പാപികൾക്ക് വേണ്ടി മരിച്ച ക്രിസ്തു എന്നുള്ളതാണ്. അതേ പ്രിയപ്പെട്ടവരെ, അതാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നറിയപ്പെടുന്ന പ്രഗത്ഭനായ കേരളത്തിന്റെ കവി, അദ്ദേഹം ഇതേ സന്ദർഭത്തിൽ നിന്നുകൊണ്ട് മാനസാന്തരം എന്നറിയപ്പെടുന്ന ഒരു കവിത എഴുതുവാനിടയായി തീർന്നു. മാനസാന്തരം എന്നറിയപ്പെടുന്ന കവിതയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നറിയപ്പെടുന്ന കവി ഇങ്ങനെയാണ് പറഞ്ഞത്: നിണപങ്കിലമൻ കരങ്ങളിൽ ചെറുതൂവാല മറയ്ക്കും എത്ര നാൾ, അവൻ സുരലെങ്ങ ലയിച്ച സാഗരം മതിയാവില്ല ശുദ്ധമാക്കുവാൻ എന്നാണ് കവി സന്ദേഹത്തോടെ പാടിയത്, സംശയത്തോടെ പാടിയത്. നിണപങ്കിലമൻ കരങ്ങളിൽ ചെറുതൂവാല മറയ്ക്കും എത്ര നാൾ, അവൻ സുരകെങ്ങ ലയിച്ച സാഗരം മതിയാകില്ല ശുദ്ധമാക്കുവാൻ. അദ്ദേഹത്തിന്റെ ശങ്ക എന്താണ്? അവൻ സ്തോത്രം, എൻ്റെ കരത്തിൽ പട്ടിയിരിക്കുന്ന രക്തത്തിന്റെ കറകളെ അവൻ തൂത്തുകളയുവാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ചെറുതൂവാലകൾ മതിയായതൊന്നല്ല. അവൻ അതുമാത്രമല്ല, പുണ്യഭൂമി പുണ്യ നദിയാകുന്ന ഗംഗ അതൊലിച്ച് ഒഴുകി അവൻ ഇന്ത്യ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഇന്ത്യയിലെ പ്രഗത്ഭമായ സമുദ്രങ്ങളിലും വന്ന് അതും പുണ്യമായാലും അതിൽ ഞാൻ മുങ്ങിയാലും എൻ്റെ പാപങ്ങൾ കഴുകിക്കളയുമോ എന്ന സന്ദേഹത്തോടെ നിൽക്കുന്ന കവിയെ നമ്മൾ അവിടെ കാണുകയാണ്. എന്നാൽ സന്ദേഹമില്ലാതെ അവൻ വിശുദ്ധ വേദ പുസ്തകം ഇന്ന് അവൻ പകലിലും വിളിച്ചു പറയുന്ന ഒന്നുണ്ട്. 1 യോഹന്നാൻ 1:7 പറയുകയാണ്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്ന ഒന്നത്രേ. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 1:18 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നിങ്ങളുടെ പാപങ്ങൾ അവൻ കടും ചുവപ്പായിരുന്നാലും ഹിമം പോണക്ക് വെളുപ്പിക്കാമെന്ന് പറഞ്ഞ, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞ ആമൻ സ്തോത്രം തിരുവചനത്തിന്റെ ശബ്ദങ്ങൾ ഇന്ന് പകലിലും നമ്മളോട് ഘോഷിക്കുകയാണ്. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ പോകിക്കുവാൻ കഴിവില്ലാതിരിക്കുമ്പോൾ അവൻ പാപപരിഹാരം വരുത്തുവാൻ ഒരുവൻ ഒരിക്കലായി കാൽവറിയുടെ കൊലക്കളത്തിൽ മരിച്ചു. തിരുവെഴുത്തിൻ പ്രകാരം അവൻ മരിച്ചു, തിരുവെഴുത്തിൻ പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റു. അതത്രേ സുവിശേഷം എന്ന് പറയുന്നത്. അതാണ് സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവൻ ഫാക്ട് എന്ന് പറയുന്നത്, ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം ആമൻ ഒന്ന് വിശ്വസിപ്പാൻ, ഈ സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ, ഈ സുവിശേഷത്തിന് വേണ്ടി നിൽപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അവൻ ഇനിയും സുവിശേഷത്തിന്റെ അനേക ഭാഗങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാനിവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാഷണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിങ്ങളോട് ദൈവാത്മാവ് സംസാരിച്ചു എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു സമർപ്പണ ജീവിതം നയിപ്പാൻ കർത്താവ് ഇന്ന് നിങ്ങൾക്കിടയാക്കട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതേ പ്രിയ സഹോദര, ശങ്ക വേണ്ട, ശങ്ക വേണ്ട. സുവിശേഷത്തിന്റെ ഓണർ എന്ന് പറയുന്നത്, സുവിശേഷത്തിന്റെ സൃഷ്ടിതാവ് എന്ന് പറയുന്നത് അവൻ മറ്റാരുമല്ല, ഒരു സംഘടനയല്ല, ഒരു വ്യക്തിയല്ല, ഒരു സംഘടനയുമല്ല. അവൻ സുവിശേഷത്തിന്റെ അവൻ യഥാർത്ഥ ഓണർ എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്, ക്രിസ്തു തന്നെയാണ്. അവനിൽ നിന്നാണ് ഈ സുവിശേഷം ഇന്ത്യക്ക് കിട്ടിയത്, അവനിൽ നിന്നാണ് ഈ സുവിശേഷം നമുക്ക് കിട്ടിയത്, അവനിൽ നിന്നാണ് ഈ സുവിശേഷം ലോകത്തിന് കിട്ടിയത്. ഇന്ന് പകൽക്കാലം വഴുവഴുപ്പുള്ള ഒരു പ്രതലത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, ജീവിതം മതിയാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, തലമുറകളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുവാൻ നിങ്ങൾ ഭാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, അവൻ മതി കർത്താവേ എന്ന് നിങ്ങൾക്ക് പറയുവാൻ തോന്നുന്നു എന്നുണ്ടെങ്കിൽ, അല്ലല്ല, അതിനപ്പുറം നിങ്ങളെ നിർത്തുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. സ്റ്റംബ്ലിംഗ് ആയ
സ്ലിപ്പറിയായ വേൾഡുകളിൽ നിങ്ങളെ നിർത്തുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. ആമൻ ടെംപ്റ്റിംഗ് ആയ വേൾഡുകളിൽ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും മദ്യാസക്തികൾക്കും പ്രലോഭനങ്ങളിൽ നിന്നും വിടുതൽ തരുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. പീഡിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ, വേദനിപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ദൃഢത നൽകുന്ന ഒന്നത്രേ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഇന്ന് പകലിൽ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സുവിശേഷം ഈ ലോകത്തിലേക്ക് വന്നത്, സുവിശേഷം തിരുവെഴുത്തിൻ പ്രകാരം ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റത് ഒന്നിനു വേണ്ടി മാത്രമാണ് പ്രിയ സഹോദരങ്ങളെ. അത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം തരുവാൻ വേണ്ടിയാണ്. അതിന്റെ പ്രൈമറിയായ ഫാക്ട് എന്ന് പറയുന്നത്. ആമേൻ, സ്തോത്രം. ഏതെങ്കിലും ഒക്കെ പാപങ്ങൾക്ക് നിങ്ങൾ അടിമപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, ആമേൻ, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, കണ്ണുകൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, ആമേൻ, ഞാൻ പാപത്തിന് അടിമയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, എന്റെ പാപങ്ങളെ കഴുകിക്കളയുവാൻ എന്താണ് ഒരു മാർഗമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുണ്ടെങ്കിൽ, ആമേൻ, ഒരേ ഒരു മാർഗം, അത് സുവിശേഷമാണ്. ആ സുവിശേഷം, ആമേൻ, നിങ്ങളുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിക്കുന്ന ഒന്നത്രേ. ആകയാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് യേശുവേ എന്നൊന്ന് പറയുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. യേശുവേ എന്നൊന്ന് പറയുവാൻ പിതാവ് നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആമേൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ കർത്താവേ, നല്ല ദൈവമേ, നല്ല പകലിനായി സ്തോത്രം, നല്ല ദിവസത്തിനായി സ്തോത്രം. സുവിശേഷത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കേൾപ്പാൻ ഞങ്ങൾക്കിടയായതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദിയും മഹത്വവും കരേറ്റുകയാണ്. പ്രിയ കർത്താവേ, ആമേൻ, സ്തോത്രം. അങ്ങിൽ നിന്ന് ഈ സുവിശേഷം ലോകത്തിന് ലഭിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. അങ്ങിൽ നിന്ന് ഈ സുവിശേഷം ഇന്ത്യ മഹാരാജ്യത്തിന്, കേരള സംസ്ഥാനത്തിന്, ഓരോ വ്യക്തികൾക്കും ലഭിച്ചതോർത്ത്, ഞങ്ങൾക്ക് ലഭിച്ചതോർത്ത്, ആമേൻ, എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരന്, സഹോദരിക്ക് ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കർത്താവേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ആമേൻ വഴുവഴുപ്പുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, നിർത്തുമാറാക്കുന്ന സുവിശേഷത്തിന്റെ ശക്തി ഇന്ന് പകലിൽ അവരെ തൊടുമാറാകണമേ. സ്റ്റേബിളായി നിൽപ്പാൻ, കുടുംബം സ്റ്റേബിളാകുവാൻ, ജീവിതങ്ങൾ സ്റ്റേബിളാകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും പാപത്താൽ അടിമപ്പെട്ട് ജീവിക്കുന്നു എന്നുണ്ടെങ്കിൽ, അവരവരുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നു എന്നുണ്ടെങ്കിൽ, കർത്താവേ, അവങ്ങ് അവരുടെ ഉള്ളത്തിലേക്ക് ചെല്ലുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. കാമൻ അവരുടെ രക്താംബരം പോലുള്ള, ആമേൻ, സ്തോത്രം, പാപങ്ങളെ അങ്ങ് ഹിമം പോലെ വെളുപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനത്തെയും അനുഗ്രഹിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങയ്ക്ക് തന്നെ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും 7 മണിക്ക് ഇതിൻ്റെ പ്രക്ഷേപണം ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനയ്ക്കായി കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്.